എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി, ഒരു സവോള, 2 മീഡിയം സൈസ് തക്കാളി, ഒരു 4 പച്ചമുളക്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ചിക്കൻ വരട്ടിയ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമ്മളൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ചെയ്യുക. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച് ചുവന്നുള്ളി കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ സവോള ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആ പച്ചമുളക് കട്ട് ചെയ്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച ആ പൊടി കൂടി ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് അവിടെ ഒരു 10-15 മിനിറ്റോളം ഒന്ന് അവിടെ വെക്കുക. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു നാടൻ രുചി. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അതിൽ കൂടിപ്പോകരുത് ഒരിക്കലും ചിക്കനിൽ, അപ്പോൾ അതിൻ്റെ ഇത് തെറ്റിപ്പോകും. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ നമ്മൾ തിരുമ്മി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് കുറച്ച് സമയം നമ്മളതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു നല്ലൊരു രുചിയും എല്ലാം വരും. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോരുത്. നമ്മൾ ചിക്കൻ വരട്ടിയല്ലേ, ചിക്കനിലും വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ മൂടി അടച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു 4 വിസിൽ, കാരണം 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. വേവെന്ന് പറഞ്ഞാൽ ഒരു 3/4 ഭാഗത്തിലധികം വെന്തിട്ടുണ്ട്. ഇനിയൊന്ന് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് കൂടി അത് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സവോളയും ഉള്ളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. നമ്മളൊരു 3 മിനിറ്റ് ഞാൻ അത് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയെന്നും നമ്മൾ നന്നായിട്ട് കുറുകി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ ആവും. കുക്കറിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ചപ്പാത്തിൻ്റെ കൂടി, നെയ്ച്ചോറിൻ്റെ കൂടി, ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പോരെ വന്നിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 കൈപ്പിടി കരിവേപ്പില കൂടി ചേർക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഞാൻ മേലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മൂടി വെച്ച് ചൂടാറിയതിന് ശേഷമാണ് അത് വിളമ്പാനുള്ളത്. അപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് കട്ടിയായി ഇതുപോലെ ഇരിക്കും. ഗ്രേവി എല്ലാം തിക്കായിട്ട് നല്ലൊരു രുചിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഇന്ന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും അതുവരെയും താങ്ക് യു.